സോഷ്യൽ മീഡിയയിലുള്ള എൻ്റെ പേജുകളിൽ കയറിയിട്ട് ആൾക്കാർ ചേട്ടാ നിർത്തിക്കൂടെ എന്ന് ചോദിക്കാറുണ്ട്. ലാൽ സാറിൻ്റെ കൂടെയാണ് കൂടുതൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഓരോ ലെൻസ് വയ്ക്കുമ്പോൾ ലാൽ സാർ ഇങ്ങനെ നോക്കിയിട്ട് ആ ഷോട്ടിന് വേണ്ടി ഇങ്ങനെ നോക്കിയാൽ മതി. ലാൽ സാറിന് ഒരു വൈഡ് ലെൻസ് അല്ലെങ്കിൽ ബ്ലോക്ക് ലെൻസൊക്കെ കണ്ട അങ്ങനെ നോക്കിയിട്ട് ലാൽ സാർ കൈകൊണ്ട് ആക്ഷനും കാണിക്കും. ഇത്രയേ ഉള്ളൂ ഒന്ന് കാണിക്കും. ഞാൻ നിന്നെ തന്നെ പ്രണയിക്കുള്ളൂ, അല്ല ഞാൻ നിന്നെ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറയുന്നത് ഇപ്പോൾ എവിടെയൊക്കെയാണ്. കൂട്ടുകാരൊക്കെ ഒന്നിച്ച് കണ്ട ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന പെൺകുട്ടിയെ ഞാൻ പിന്നീട് കാണുന്നത് കന്യാസ്ത്രീ ആയിട്ടാണ്. അങ്ങനൊരു വേറൊരാളുടെ പകരം എന്ന് അങ്ങനൊരു സംഭവം ഇല്ലല്ലോ. അതെ. അപ്പം പകരം വയ്ക്കാനൊന്നും നമ്മളില്ല. ഞാനപ്പോൾ റഫീഖായിട്ട് നേരെ തിരിച്ചെന്ന് പറഞ്ഞില്ല. റഫീഖ് എനിക്ക് നിയമം പരിപാടിയുടെ ഞാൻ ലോയിൽ നിന്ന് പഠിച്ച ലോയറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരി എന്ന് റഫീഖ പറഞ്ഞു. ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. സുമേഷിനോട് ഞാനിപ്പം പെട്ടെന്ന് ഓർമ്മിച്ച് പറയുക. സംഗീതം എന്ന പാട്ടാണ്. പാട്ടിനെ കുറിച്ച് സംസാരിക്കും. വളരെ എന്താ പറയുക, ഹാപ്പനിങ് ആയിട്ടുള്ള പകലും രാത്രിയാണ്. എല്ലാ കഥകളും അപ്പോൾ അറിയാറുണ്ട്. പല പ്രണയങ്ങളും അറിയാറുണ്ട്, പല വിദ്വേഷങ്ങളും അറിയാറുണ്ട്, പല കുടിപ്പകകളും അറിയാറുണ്ട്. വെൽക്കം ശ്രീകാന്ത് മുരളി. ശ്രീകാന്ത് സ്വാഗതം. ശരിക്കും ഇപ്പോൾ അഭിനയമാണ് എൻജോയ് ചെയ്യുന്നത് കറണ്ട്ലി. ഇപ്പോൾ ജോണി ആൻ്റണി സാറ് ഒരു ഇൻ്റർവ്യൂവിൽ പറയണ്ടായി, ഞാൻ അഭിനയം ഇപ്പോൾ എൻജോയ് ചെയ്യുകയാണ്, ഞാൻ സേഫാണ്, സാമ്പത്തികമായിട്ട് ഞാൻ സേഫാണ്, എനിക്ക് ടെൻഷനില്ല, അപ്പോൾ എനിക്കിപ്പോൾ പടം ചെയ്യേണ്ട കാര്യങ്ങളില്ല, പതുക്കെ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യാം, അങ്ങനെ അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെയാണോ ചേട്ടനും പോകുന്നത്? കാരണം നമ്മുടെ ടെക്നീഷ്യന്മാരൊക്കെ നടന്മാരാകുന്ന സമയത്താണ് ഈ ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ ഒരുപാട് ടെക്നീഷ്യന്മാർ നടന്മാരിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ പടം പ്രതീക്ഷിക്കുന്ന നമ്മൾക്കൊക്കെ നിരാശയാണ്. അവർ പിന്നെ പടം ചെയ്യുന്നില്ല, അവർ ആ നടനായിട്ടുള്ള ആ ഒരു ഇത് എൻജോയ് ചെയ്ത് പോകുക. അപ്പോൾ ചേട്ടനും അങ്ങനെ തന്നെ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുകയാണോ ചെയ്യുന്നത്? 2-3 കാര്യങ്ങളുണ്ട് ഇതിൽ. ജോണി ആൻ്റണി വളരെ തിരക്കുള്ള അസിസ്റ്റൻറ്റും അസോസിയേറ്റുമായിട്ട് കഴിക്കുന്ന സമയത്ത് മദ്രാസിൽ ഞാനും ഇപ്പുറത്തെ മുറിയിലുണ്ടായിരുന്നു. ഞങ്ങളടുത്ത സുഹൃത്തുക്കളാണ് അന്നും ഇന്നും. അപ്പോൾ ജോണി വളരെ ഗംഭീരമായിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള വലിയൊരു സംവിധായകനാണ്. പിന്നെ ഞങ്ങൾ കാണുമ്പോൾ പറയാറുണ്ട് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. ജോണിയുടെ പെർഫോമൻസ് കാണുമ്പോൾ അറിയാം വളരെ എൻജോയ് ചെയ്ത് അഭിനയിക്കുന്നുണ്ടെന്നുള്ളത്. ജോണിയുടെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ കേസിൽ സിനിമയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ എല്ലായിടത്തും നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറയാറുള്ളതാണ്, സിനിമയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏതെല്ലാം പരിപാടികൾ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൽ ഇപ്പോൾ അഭിനയം കുറച്ച് ഗൗരവമായിട്ട് നടക്കുന്നു. അത് ആ നിലയ്ക്ക് എൻജോയ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ ടെൻഷനോട് കൂടിയിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഭയമുണ്ട്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ കഥാപാത്രങ്ങളായിട്ട് കാണുന്നത് നമ്മൾ ആഗ്രഹിച്ചിട്ട് എത്തിയിട്ടുള്ളതല്ല. ഏതെങ്കിലും ഒരു തിരക്കഥാകൃത്തോ ഒരു സംവിധായകനോ ആണ് തീരുമാനിക്കുന്നത് ശ്രീകാന്ത് മുരളി ഈ കഥാപാത്രം ചെയ്യട്ടെ എന്നുള്ളത്. അപ്പം അതുകൊണ്ടൊക്കെയുള്ള ടെൻഷൻസ് എനിക്കുണ്ട്. ബട്ട് അതിലൊരു ചലഞ്ചും ഉണ്ട്, അത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും സംവിധാനം തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹം. ക്യാമറയുടെ പിന്നിൽ നിൽക്കാനാണ് ആഗ്രഹിച്ച് ഈ സിനിമയിലേക്ക് പ്രധാനമായിട്ടും വന്നത്. പിന്നെ ഇതിൻ്റെ മറ്റ് സാധ്യതകളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എല്ലാ മേഖലകളെക്കുറിച്ചിട്ടും അറിയാനും പഠിക്കാനും ഒക്കെയുള്ള ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും, നമ്മൾ പെട്ടെന്ന് പുറകോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അഭിനയം നടക്കുന്നു, അതിൻ്റെ പിന്നാലെ പോകുന്നു. തീർച്ചയായിട്ടും സംവിധാനം വരും, ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. സ്വന്തം എഴുത്തിലായിരിക്കും സിനിമകൾ ചെയ്യുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് എഴുതുന്നതിനേക്കാൾ എഴുത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള എഴുത്ത് തൊഴിലാക്കിയിട്ടുള്ള തിരക്കഥ തൊഴിലാക്കിയിട്ടുള്ള ധാരാളം സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരുടെ ഒപ്പം ഇരുന്നിട്ടാണ് ഞാൻ എന്തും ചെയ്യാറ്. ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുമ്പോഴും ഞാൻ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടി ഇൻപുട്സ് എടുത്തിട്ടാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാനും പോകാറ്. ഇപ്പോൾ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിന് മുന്നേയും ഈ സുഹൃത്തുക്കളുമായിട്ടുള്ള ഡിസ്കഷൻസ് വരാറുണ്ട്. ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ പറഞ്ഞ ഡയലോഗിൽ നിന്ന് തന്നെ ചോദ്യം ചോദിക്കുവാണല്ലോ, ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു വേർഡോട് യൂസ് ചെയ്ത് ഇപ്പം കൂടുതൽ പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്, പോലീസ്, അങ്ങനെ റിപ്പീറ്റ് വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ശരിക്കും ഒരു റിജക്ഷൻ നോ പറയാറുണ്ടോ? അപ്പം കഥാപാത്രം ഞാൻ നോ പറഞ്ഞിട്ടുള്ളത് ആ കഥാപാത്രം അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടായിരുന്നില്ല, മറ്റു പല കാരണങ്ങൾ കൊണ്ടുമായിരുന്നു. മറിച്ച് തീർച്ചയായിട്ടും ഈ ടൈപ്പ് കാസ്റ്റ് എന്നുള്ള വാക്ക് ഞാൻ വളരെ ബോധപൂർവ്വം ഉപയോഗിച്ചാണ്. അല്ലെങ്കിൽ അത് ബോധപൂർവ്വം അല്ലെങ്കിലും വരും. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള എൻ്റെ പേജുകളിൽ കയറിയിട്ട് ആൾക്കാർ ചേട്ടാ നിർത്തിക്കൂടെ എന്ന് ചോദിക്കാറുണ്ട്, ഈ വക്കീൽ പരിപാടി നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ സ്നേഹമാണ് നമ്മളോടുള്ളത്, അങ്ങനെ തന്നെ കാണുന്നത്. പക്ഷേ ഞാനതിനെ കാണുന്നത് എനിക്ക് അങ്ങോട്ട് ആഗ്രഹിച്ച് ഇന്ന കഥാപാത്രം ഞാൻ ചെയ്യുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് എത്തിയിട്ടില്ല ഞാൻ. അപ്പോൾ ഇപ്പോൾ ശ്രീകാന്ത് മുരളി ആവട്ടെ വക്കീലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഞാനതിനെ ചലഞ്ചായിട്ട് എടുത്തിട്ട് ഇതുവരെ ചെയ്ത വക്കീലിൽ വ്യത്യാസമുള്ളൊരു വക്കീലിനെ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നു. അത് പക്ഷേ സുമേഷ് എൻ്റെ സിനിമകളൊക്കെ കാണുന്ന ആളാണ്. വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അതൊരു ചലഞ്ചായിട്ട് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. തന്നെയല്ല, നമുക്കൊരു അവസരം കിട്ടുമ്പോൾ എത്രയോ കോടി ആൾക്കാർ
അവസരമില്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരവസരം കിട്ടുമ്പോൾ എന്താണ് ആ അവസരത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മൂല്യം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു തമാശയ്ക്കാണ് പറഞ്ഞത് നിർത്തി പൊക്കോടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആളുകളൊന്നും. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ആളുകൾക്കാണ് തോന്നിയതുകൊണ്ടാണ് ഒരു പക്ഷേ നിർത്താൻ ഇത് പറഞ്ഞത്. സ്ഥിരമായിട്ട് വക്കീൽ നിർത്തിക്കൂടെ എന്നാണ്. ഈ ആളുകൾ നമ്മുടെ മലയാളത്തിലുള്ള പല നടന്മാർക്ക് ഓരോ പട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം തലസ്ഥാനം വിജയകുമാറിൻ്റെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ചതിയൻ എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും കളിയാക്കലുകൾ കിട്ടിയിട്ടുണ്ടോ സ്ഥിരമായിട്ട് അഡ്വക്കേറ്റ് നിൽക്കുന്നുണ്ട്? എനിക്ക് വളരെ രസകരമായൊരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഞാൻ ഇപ്പോൾ പറയാം. സുമേഷ് ചോദിച്ചപ്പോൾ ഓർമ്മയിൽ പറയാണ്. വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമയിൽ എന്നെ കാസ്റ്റ് ചെയ്യുന്നതൊരു വക്കീലാണ്. ദിലീപിൻ്റെ കഥാപാത്രത്തിൻ്റെയും സത്യനാഥൻ്റെയും ജോജുവിൻ്റെ കഥാപാത്രത്തിൻ്റെയും ബാലൻ്റെയും വക്കീലായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഒരു ഡിസ്കഷൻ, ഒരു അഡ്വൈസിന് വേണ്ടിയിട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ സീനെല്ലാം എഴുതി കഴിഞ്ഞു. ആ സീനിൻ്റെ പ്രിൻ്റ് ഔട്ട് എനിക്ക് തന്നു. ഞാൻ വായിച്ചിട്ട് വേഷമൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ട് ഞാൻ ഡയറക്ടർ റാഫിക്കിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ റാഫിക്ക വളരെ കൂളായിട്ട് എന്നോട് പറഞ്ഞു, ശ്രീകാന്ത് അതിൽ ലോ പോയിന്റുകളൊക്കെ ഉള്ള ഒന്ന് നോക്കിയേക്കോട്ടെ, അതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ശ്രീകാന്ത് അത് ചെയ്തോളൂ, നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞു. പക്ഷേ ഇതിലെന്താണ് തിരുത്താനുള്ളതെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ അപ്പോൾ റാഫിക്ക എവിടെയോ ഞാനൊരു ലോയറാണെന്ന് വിചാരിച്ചിട്ടാവാം അത് പറഞ്ഞത് എനിക്ക് തോന്നി. ഞാനപ്പോൾ റാഫിക്കായിട്ട് നേരെ തിരിച്ചു എന്ന് പറഞ്ഞില്ല. റാഫിക്ക എനിക്ക് നിയമം പരിപാടിയുടെ ഞാൻ ലോയിൽ നിന്ന് പഠിച്ച ലോയറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരി എന്ന് റാഫിക്ക പറഞ്ഞു. അപ്പോൾ ഞാനതൊരു വലിയ കോംപ്ലിമെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് ഞാനൊരു ലോയറാണെന്ന് റാഫിക്ക തെറ്റിദ്ധരിച്ചു. ഞാൻ അപ്പം തന്നെ തിരുത്തുകയും ചെയ്തു. അത് ശരി എന്ന് റാഫിക്ക പറയുകയും ചെയ്തു. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല. അപ്പം രണ്ട് വശമുണ്ടല്ലോ ഇതിന്. നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെ നമ്മളതാണെന്ന് വിചാരിച്ചാൽ അത് വലിയ വിജയമാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞാനൊരു 7-8 സിനിമകളിൽ, ഇനി ഇറങ്ങാനൊരു 4-5 സിനിമകളിലും ഞാൻ ഡോക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഒരു 12-13 പോലീസ് ചെയ്തു. ഇനിയൊരു 3-4 പോലീസ് ഇനി റിലീസാവാനുണ്ട്. അപ്പോൾ ഞാനതിനെ എടുക്കുന്നത് 2 കാരണങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്കിത് ഉള്ളപ്പോഴേ ഉള്ളൂ അത് ഉപയോഗിക്കുമ്പോൾ വളരെ ബ്രില്യൻ്റായിട്ട് ഒരു സീനേ ഉള്ളെങ്കിലും ഒരു ഡയലോഗേ ഉള്ളെങ്കിലും അതിനെ ഏറ്റവും പുതിയ രീതിയിൽ അതിന് തീർച്ചയായിട്ടും നമുക്ക് തിരക്കഥാകൃത്തിനോടും സംവിധായകനോടും ഒക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരവിടെ 4-5 പേരുണ്ടാവും. അവരോടൊക്കെ നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും അവരാണ് നമുക്ക് ചേട്ടാ ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഇൻപുട്സ് തരാറ്. അപ്പോൾ അങ്ങനൊരു ആംബിയൻസിൽ തീർച്ചയായിട്ടും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റും. ഞാൻ ഈ വ്യത്യസ്തം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ പോലീസുകാരൻ എന്തായാലും പോലീസിൻ്റെ കൂടെ നിന്നേ പറ്റുള്ളൂ. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് നമ്മൾ ഫ്രെയിമിലുള്ളപ്പോൾ നമുക്ക് ആ വ്യത്യാസം കൊണ്ടുവരാൻ പറ്റിയാൽ നമുക്ക് തീർച്ചയായിട്ടും പല സിനിമകളിൽ ഇരട്ടയിൽ കണ്ട അതുപോലെയുള്ള പോലീസ് ആയിരിക്കില്ല, ഇനി 1-2 പോലീസുകൾ വരാനുണ്ട്, അവരങ്ങനെ ആയിരിക്കില്ല, എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. റാഫി സാറ് ചോദിച്ചാൽ അത് വലിയ അംഗീകാരമാണ് ശരിക്കും. തീർച്ചയായിട്ടും ഞാൻ റാഫിയോട് പറയുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം അത്രയും പതിഞ്ഞു പോയി ഉള്ളില് ക്യാരക്ടേഴ്സ് കണ്ടിട്ടേ ശരിക്കും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. സുമേഷിനോട് ഞാനിപ്പം പെട്ടെന്ന് ഓർമ്മിച്ച് പറയുക. ഇപ്പോൾ ഒരുപാട് ആളുകൾ പുറത്ത് സംവിധാനം പഠിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അഭിനയത്തിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ശരിക്കും ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഇപ്പം പ്രിയദർശൻ സാറിനെ കാണാം. ഇപ്പോൾ പ്രിയദർശൻ സാറിനെ അടുത്തറിയാവുന്ന 1-2 പേരാണ് ചേട്ടനും മേജർ സാറും ഒക്കെ. നമുക്ക് പരിചയമുള്ളത് കൊണ്ട് നമുക്ക് ഓഫീസിൽ ചോദിക്കേണ്ട ചോദ്യമില്ല. അപ്പം പ്രിയദർശൻ സാറിൻ്റെ കൂടെ ഒരാൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സംവിധാനം ശരിക്കും നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരികയാണോ, നമ്മൾ കണ്ട് പഠിക്കുകയാണോ ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു ഗുരുമുഖത്ത് പോയി പഠിക്കാതെയും ഒക്കെ ചെയ്യാവുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട്. നമുക്ക് ട്യൂട്ടോറിയൽസ് എല്ലാം ഉണ്ട്, നമ്മുടെ ഫിംഗർ ടിപ്പിലെല്ലാം ഉണ്ട്. പല പുതിയ സംവിധായകരും, വലിയൊരു ശതമാനം പുതിയ സംവിധായകർ, എനിക്ക് ഒത്തിരി പേര് അറിയാറുണ്ട്. അവരാരും ഏതെങ്കിലും സംവിധായകൻ്റെ അടുത്ത് പോയി നിൽക്കുകയോ ഷൂട്ടിംഗ് പോലും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ചില സംവിധായകരുണ്ടെന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനോടൊക്കെ എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ഇത്രയും സിനിമകൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും സിനിമ ഷൂട്ടിംഗ് പോയി കാണുകയും ചെയ്യണമെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ഇനി പ്രധാന ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയണമെന്ന് വെച്ചാൽ, ഒരു കാലഘട്ടത്തിലെ സിനിമ, അന്നത്തെ സാങ്കേതികമായ കാര്യങ്ങൾ അതൊന്നുമല്ല ഇന്നിപ്പോൾ ഉള്ളത്. അപ്പോൾ അന്നത്തെ സാഹചര്യങ്ങളിൽ സിനിമ സംവിധാനം പഠിച്ചവർക്ക് ഇന്ന് അതിൻ്റെ ക്രിയേറ്റീവ് സ്പേസിൽ മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. ബാക്കിയെടുത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇന്നത്തെ സിനിമയെക്കുറിച്ചും അതിൻ്റെ വേഗതയെക്കുറിച്ചും അതിനുപയോഗിക്കുന്ന എക്യുപ്മെൻസിനെ കുറിച്ചും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം ഈ അപ്ഡേഷൻ പഴയവർക്കും പുതിയവർക്കൊക്കെ ഒരുപോലെയാണ്. അപ്പോൾ അതിന് ഞാൻ പറയാം, എപ്പോഴും ഒരു വിദ്യാർത്ഥിയുടെ മനസ്സുണ്ട്. അപ്പോൾ ജോഷി സാറിനോട് ഉറപ്പുണ്ട്. ജോഷി സാറിനോട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ സിനിമയാണോ, 100ാമത്തെ സിനിമയാണെങ്കിൽ ആ 100ാമത്തെ സിനിമയും ജോഷി സാർ ചെയ്യുക അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ പോലെ തന്നെയാണ്. അതേ ടെൻഷനോടെ ചെയ്താലാണ് ആ സിനിമ വർക്കാവുള്ളൂ. ഒരു സംശയം വേണ്ട. ഓരോ സിനിമകളും ആദ്യത്തെ സിനിമയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്.
അവിടെ ഏതെല്ലാം രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ ഒരു ഗുരുമുഖത്തു നിന്ന് കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ വാക്ക്. ഇതൊക്കെ ഒരു പക്ഷേ പുതിയ ജനറേഷൻ ആൾക്കാർക്ക് എത്രമാത്രം ദഹിക്കുന്ന എനിക്കറിയില്ല. പക്ഷേ ലെഫ്റ്റും റൈറ്റും ഇമാജിനറി ലൈനും 180യും 360യും സൂം ലെൻസും ബ്ലോക്ക് ലെൻസും ട്രാക്കും ട്രോളിയൊക്കെ ഉണ്ടെന്നും അതെല്ലാം ഇന്ന ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നും നമ്മൾ എവിടെയെങ്കിലും ഒരു സോഴ്സ് വെച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ അതിൻ്റെ പ്രായോഗികമായിട്ടത് ഉപയോഗപ്പെടുത്തുന്നത് കൂടി അറിഞ്ഞിരിക്കുന്നത് ഒത്തിരി ഗുണം ചെയ്യും. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, സുമേഷ് ചോദിക്കാമെന്ന് ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ നടനായിട്ടാണ് പൊതുവെ കൂടുതൽ അറിയപ്പെടുന്നത്. സ്ക്രീനിൽ വരുന്നതുകൊണ്ടാണ് നടനായിട്ട് അറിയപ്പെടുന്നത്. പക്ഷേ ബേസിക്കലി ഞാൻ ടെക്നീഷ്യനാണ്, സിനിമയിൽ നടനും ടെക്നീഷ്യനാണ്. കാരണം ഒരു നടനാണ് ഏറ്റവും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ബാക്കി എല്ലാ ആൾക്കാരുടെയും ഉത്തരവാദിത്തങ്ങൾ എല്ലാം മാറ്റിവെച്ച് അതെല്ലാം ഒരാളിൽ അല്ലെങ്കിൽ ക്യാമറ ഫ്രെയിമിൽ ആ 4 വര വരച്ചുള്ള ചതുരത്തിൻ്റെ അകത്ത് ആക്കിയിട്ട് ബാക്കി എല്ലാവരും പിന്നോട്ട് മാറുന്നിടത്താണ് ഒരു പെർഫോമറുടെ ജോലി തുടങ്ങുക. അതെ, ആ നടൻ ആണ് ഈ എടുത്ത പണിയുടെ മുഴുവൻ റിസൾട്ട് തരേണ്ടത് നടനാണ്. അപ്പോൾ ആ നടൻ ഒരു പ്യുവർ പെർഫെക്റ്റ് ലെൻസിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അതിൻ്റെ പുറത്ത് കിടന്ന് എന്ത് സർക്കസ് കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് നടൻ അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് അറിയണം, ലെൻസ് എന്താണെന്ന് അറിയണം, ലൈറ്റ് എവിടുന്നാണെന്ന് അറിയണം, എന്താണ് മൂവ്മെൻ്റ് എന്നറിയണം, കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ എവിടെയാണെന്ന് അറിയണം, എന്താണ് ആ ഷോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയണം, ആ ഷോട്ടിൻ്റെ ബിഗിനിങ് പഞ്ച്, എൻഡ് മാർക്ക്, ക്യൂ, ഇതെല്ലാം അറിഞ്ഞിരിക്കുക, അതിൻ്റെ മോഡുലേഷനൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പോൾ പ്യുവർലി ബാക്കി എല്ലാ ആൾക്കാരുടെയും ജോലികളുടെ ഒരു ലെയറിൻ്റെ ഉത്തരവാദിത്വം, ഒരു ഫിൽറ്റർ ഇട്ട ഒരു 12 ഫിൽറ്റർ ഉണ്ടെന്ന് വെച്ചോളൂ ഒരു ഷോട്ടിന്. ആ ഫിൽറ്ററുകൾ ഓരോ ഫിൽറ്ററുകളെ കുറിച്ചിട്ടും ഓരോ ലെയറിനെ കുറിച്ചും അറിയുന്ന ഒരാളാവണം നടൻ എന്നാണ്. അങ്ങനെ ആവുന്നതോടുകൂടി ആ നടൻ ഒരു തികഞ്ഞ നടനായി മാറുകയും എത്രയോ കാലം ലോഞ്ചിവിറ്റിയുള്ള നടനായിട്ട് പെർഫോമറായിട്ട് മാറുകയും ചെയ്യുന്ന നമ്മുടെ മുതിർന്ന ടെക്നീഷ്യൻസിനോട് ആരോട് ചോദിച്ചാലും അവരൊക്കെ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അവർക്ക് ആ ടെക്നിക്കലായിട്ടുള്ള നോളജാണ്. മമ്മൂക്കയുടെയും ലാൽ സാറിൻ്റെയൊക്കെ കഥ എടുത്താൽ എനിക്ക് ലാൽ സാറിൻ്റെ കൂടെയാണ് കൂടുതൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഓരോ ലെൻസ് വയ്ക്കുമ്പോൾ ലാൽ സാർ ഇങ്ങനെ നോക്കിയിട്ട് ആ ഷോട്ടിന് വേണ്ടി ഇങ്ങനെ നോക്കിയാൽ മതി. ലാൽ സാറിന് ഒരു വൈഡ് ലെൻസ് അല്ലെങ്കിൽ ബ്ലോക്ക് ലെൻസൊക്കെ കണ്ട നോക്കിയിട്ട് ലാൽ സാർ കൈ കൊണ്ട് ആക്ഷനും കാണിക്കും. ഇത്രയേ ഉള്ളൂ ഒന്ന് കാണിക്കും, കൈ ഇങ്ങനെ കാണിച്ചിട്ട് അവർക്ക് ഫ്രെയിം എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. അവർ ലെൻസിന് വേണ്ടിയാണ് അഭിനയിക്കുന്നത്. സിനിമ കാണുന്ന ആർക്കും അത് അറിയണമെന്നില്ല. പക്ഷേ അവരുടെ പെർഫോമൻസിൽ നമ്മൾ കൈയടിക്കുമ്പോൾ അവർ ആ കൃത്യമായ ലെൻസിന് വേണ്ടി അഭിനയിക്കുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അപ്പോൾ സിനിമയുടെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല, ഏത് മേഖലയിലായാലും അതിൻ്റെ എല്ലാ വശങ്ങളും അറിയാൻ കൃത്യമായി അങ്ങനെ ഒരു സ്കൂളിൽ പോയി നിന്ന് കൃത്യമായി 1 2 3 4 എന്ന് നമ്മളുടേതായിട്ട് രീതിയിലെങ്കിലും പഠിക്കണം. ഞാൻ പറഞ്ഞ സിലബസ് 1 2 3 എഴുതിയിട്ടില്ല. എല്ലാ സംവിധാനങ്ങളിപ്പോൾ ഉണ്ട്. പഠിക്കാനുള്ള സംവിധാനങ്ങളിപ്പം ഫിലിം സ്കൂൾസൊക്കെ ഉണ്ട്. അതൊന്നുമില്ലെങ്കിലും ഇതൊക്കെ കഴിഞ്ഞാലും ഞാൻ പറഞ്ഞാൽ ഫിലിം സ്കൂളിൽ പോയി പഠിച്ചാലും പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ തികഞ്ഞ ഒരു പ്രൊഫഷണലായിട്ട് മാറും. പിന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. നമ്മൾ ഈ പഠിച്ചതല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പുതിയ ടെക്നോളജിയോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ സിനിമയിൽ നിന്ന് മാറ്റി ഒരു മീ ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വന്നപ്പോൾ വീട്ടിൽ ഒരുപാട് ബുക്കുകൾ കണ്ടു. ഇപ്പോൾ വന്ന ഒരു ബുക്ക് ഉൾപ്പെടെ ഞാൻ കണ്ടു. വായിക്കുന്ന ശീലമുണ്ടോ? എങ്ങനെയാണ് മീ ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? ശരിക്കും വായിക്കാറുണ്ട്. വായന വെച്ചാൽ അതിഭീകരമായിട്ടുള്ള വായനയല്ല, നമുക്ക് വേണ്ടതെന്ന് തോന്നുന്നതും ഒക്കെ വായിക്കാറുണ്ട്. പിന്നെ ധാരാളം സുഹൃത്തുക്കൾ അവർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളെ കൊണ്ട് തരാറുണ്ട്, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാറുണ്ട്, അതൊക്കെ വായിക്കാറുണ്ട്. അങ്ങനെ ഇന്നത് എന്ന് വെച്ചിട്ടുള്ള വായനയൊന്നുമില്ല, വായിക്കാറുണ്ട്, അത്യാവശ്യം വായിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ സുഹൃത്തുക്കളിൽ ഏറ്റവും കുറച്ച് മാത്രം വായിക്കുന്ന ഏറ്റവും മോശം വായനക്കാരനായിരിക്കും ഞാൻ. അതൊന്ന്. 2 സിനിമ കാണൽ, പിന്നെ സുഹൃത്തുക്കളോട് സിനിമകളെക്കുറിച്ച്, പിന്നെ ഞാൻ എനിക്കൊരു പരസ്യങ്ങൾ ചെയ്യുന്നൊരു പരിപാടി, അപ്പോൾ അതിനെക്കുറിച്ചും ഒക്കെ നിറയെ സംസാരിക്കലാണ് പ്രധാന ജോലി. അതല്ലെങ്കിൽ ഞാൻ ഉറങ്ങുമായിരിക്കും. ഉണർന്നിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാൻ. സംഗീത സിംഗർ ആയതുകൊണ്ട് തന്നെ സംഗീതയ്ക്ക് ധാരാളം കാര്യങ്ങൾ എല്ലാ ദിവസവും ഡെയിലി ബേസിസിൽ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും രാവിലെ തന്നെ ഉറപ്പ് വരുത്താറുണ്ട് വൈകുന്നേരം എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ ഉണ്ടാവണം എന്നുള്ളത്. അപ്പം പൊതുവേ വീട്ടിലെ കാര്യങ്ങളല്ല ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ നടന്നോളും. അതായത് മുളക് കുറഞ്ഞതിൻ്റെ ഉപ്പ് കുറഞ്ഞതിൻ്റെ കഥകളല്ല ഞങ്ങൾക്ക് പറയാനുണ്ടാവാറ്. അത് ഞങ്ങളങ്ങ് സഹിക്കും. പക്ഷെ ആ സമയം ഞങ്ങൾ മാക്സിമം സംഗീതം വന്ന പാട്ടിനെക്കുറിച്ച് സംസാരിക്കും. ഞാൻ എൻ്റെ മനസ്സിലുള്ള ഏതെങ്കിലും കഥകളോ, ഇപ്പം ഇന്നിപ്പോൾ വീട്ടിൽ വെച്ച് ആയിരുന്നില്ല ഡിസ്കഷനെങ്കിൽ സുമേഷുമായിട്ട് നടന്ന ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ ചോദിച്ചു എന്നൊക്കെയായിരിക്കും സംഗീതം. ഇപ്പോൾ സംഗീതം കേട്ടോണ്ടിരിക്കുന്നുണ്ട്, ചിലപ്പോൾ ആ ചോദ്യം ഒഴിവാകും. അങ്ങനെയാണ് പോവുക. വളരെ എന്താ പറയുക, ഹാപ്പനിങ് ആയിട്ടുള്ള പകലും രാത്രിയാണ്. നമ്മൾ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുൻപ് ചേട്ടനോട് സംസാരിച്ചപ്പോൾ ചേട്ടൻ ഒരുപാട്, എനിക്ക് ജീത്തു ജോസഫ് സാറിൻ്റെ ഒരു ടോപ്പിക്ക് വന്നപ്പോഴാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു നാട്ടുകാരാണ്, 1.5 കിലോമീറ്റർ അടുത്താണ് വീടെന്ന് പറയുന്നത്. പിന്നീട് ഇലഞ്ഞിയെ പറ്റിയും ഇലഞ്ഞി ഗ്രാമത്തിനെ പറ്റിയും ഇപ്പോഴത്തെയും പഴയ കാര്യങ്ങൾ, അവിടുത്തെ ആളുകളുടെ ഒരു രീതി,
സംസാര രീതി, വസ്ത്രം എല്ലാം പറഞ്ഞ ചേട്ടൻ ഒരുപാട് വാചാലനായി ഞാൻ കണ്ടു. ഇപ്പം മനസ്സുകൊണ്ട് ഇപ്പോഴും ചേട്ടൻ ഒരു നാട്ടിൻപുറത്തുകാരൻ തന്നെയാണോ ആക്ച്വലി? തീർച്ചയായും ഞാൻ അവിടുന്ന് വിട്ടിട്ടില്ല. ഞാൻ ഇപ്പം എന്നോട് എല്ലാവരും ചോദിക്കും ഗ്രാമം വിട്ടു പോകുന്നില്ലേ എന്ന്. ഞാൻ അവിടെ തന്നെയാണ്, ഞാനാണ് ആ ഗ്രാമം എന്ന് പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഗ്രാമങ്ങളെ അങ്ങനെ കാണുന്നവർ ധാരാളം പേരുണ്ട്. ഞാൻ ആ ഗണത്തിൽപ്പെട്ട ആളാണ്. എനിക്ക് അതിന് കാരണങ്ങളുമുണ്ട്. നമ്മൾ വീടിനകത്തിരുന്നിരുന്ന ഒരാളല്ല. നാട്ടിലുള്ളപ്പോൾ ഇപ്പോഴും പോയാൽ അതുവഴി നടക്കുകയും എല്ലാവരെയും വീണ്ടും കാണാൻ ശ്രമിക്കുകയും ഇനി ഒന്നുമില്ലെങ്കിലും അവിടുത്തെ വഴികളുടെയൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കാണുകയും പുതിയ വീടുകൾ വന്നത് ആരുടെയെന്ന് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. എനിക്കും എൻ്റെ അച്ഛനും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ഓർമ്മകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വാചാലനാവുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന ഒരു പക്ഷേ ഇത്രയും പറയാൻ പറ്റുകയൊന്നുമില്ല. നമ്മുടെ സ്കൂള് പഠിക്കുന്ന കാലത്ത് നമുക്ക് നമ്മുടെ സ്കൂളിൽ പോകാണ്ടിരിക്കാൻ ഇപ്പോൾ നമ്മൾ സ്കൂളിനെ കുറിച്ച് എത്രയോ നേരം പറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്ത് ധാരാളം ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുന്നൊരു കാലമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളും, എല്ലാ ദിവസവും ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോവുകയും, അടുത്ത വായനശാല വൈകുന്നേരങ്ങളുണ്ടായിരുന്നു, ചായക്കട വൈകുന്നേരങ്ങളുണ്ടായിരുന്നു, അമ്പലത്തിൻ്റെ ചുവട്ടിലെ വൈകുന്നേരങ്ങളുണ്ടായിരുന്നു, പള്ളിയുടെ മുമ്പിൽ പള്ളിപ്പെരുന്നാളുണ്ടായിരുന്നു, എല്ലാം. അപ്പോൾ ഇൻട്രാക്ഷൻസ്, ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ ഞങ്ങൾ യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ലാതെ ഞങ്ങളെല്ലാവരും നട്ടുച്ചയ്ക്ക് 12 മണിക്കൊക്കെ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഒരുങ്ങുന്ന വെയിലത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയി നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ധാരാളം ഓർമ്മകളിങ്ങനെ ഉള്ള സംഭവപരമായൊരു കുട്ടിക്കാലമായിരുന്നു എൻ്റേത്. അതെൻ്റെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ആൾക്കാരുടെ ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്രാമത്തെ പറ്റി പറയുമ്പോൾ. പിന്നെ ആ ഗ്രാമത്തിനൊരു പ്രത്യേകതയുള്ളത്, എറണാകുളം ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും ബോർഡർ വില്ലേജാണിത്. എൻ്റെ പറമ്പിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പ്, നമ്മുടെ ഇല്ലപ്പറമ്പിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പ് കോട്ടയം ജില്ലയാണ്. അപ്പോൾ ഒരു ബോർഡർ വില്ലേജിൻ്റെ എല്ലാ സൗന്ദര്യവും ഉണ്ട് ഗ്രാമത്തിന്, പല രീതിയിലുള്ള സൗന്ദര്യങ്ങൾ, കടത്തലുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ രാത്രിയും പകലും ഒക്കെ വഴിയിലൊക്കെ നിൽക്കുന്ന ആളായതുകൊണ്ട് എല്ലാ കഥകളും അപ്പോൾ അറിയാറുണ്ട്. പല പ്രണയങ്ങളും അറിയാറുണ്ട്, പല വിദ്വേഷങ്ങളും അറിയാറുണ്ട്, പല കുടിപ്പകകളും അറിയാറുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയും, നമ്മൾ കവലയിൽ പോയി നിൽക്കുമ്പോൾ അറിയും. പിന്നെ അങ്ങനെ വീട്ടിലിരിക്കുന്ന ശീലമില്ലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ അറിയുകയും അവരൊക്കെ ഇപ്പോൾ അന്ന് വലിയ ഗംഭീരം കഥകൾ പറഞ്ഞവരൊക്കെ ഇപ്പം എവിടെയാണെന്ന് പോലും അറിയില്ല. ഞാൻ നിന്നെ തന്നെ പ്രണയിക്കുള്ളൂ, അല്ല ഞാൻ നിന്നെ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറയുന്നത് ഇപ്പോൾ എവിടെയൊക്കെയാണ്. അപ്പോൾ പിന്നീട് ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട നമ്മൾ കൂട്ടുകാരൊക്കെ ഒന്നിച്ച് കണ്ട ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന പെൺകുട്ടിയെ ഞാൻ പിന്നീട് കാണുന്നത് കന്യാസ്ത്രീ ആയിട്ടാണ്. അപ്പോൾ ഓരോ സെൻറ്റൻസിലും ഓരോ കഥകളുണ്ട്, ഓരോ വാക്കുകൾ. ഇപ്പോൾ സുമേഷിനോട് ഞാൻ എൻ്റെ നാട്ടിലെ ഓരോരുത്തരെ പറ്റി പറയുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ചിലപ്പോൾ ഒരു 3 പേജ് എഴുതാവുന്ന കഥകളുണ്ട്. അങ്ങനെ സംഭവബഹുലമായിരുന്നു. ഇന്നങ്ങനെ ഇല്ലെന്ന് ഞാൻ പറയും. ഇന്നത്തെ പുതിയ സാഹചര്യങ്ങൾ മറ്റൊന്ന്. ഇപ്പം മോനോട് ചോദിച്ചാൽ അവനവൻ്റെ രീതിയിൽ പറയും. അതുകൊണ്ടാണ് ഇലഞ്ഞിയെക്കുറിച്ച് പറയുമ്പം ജിത്തു ജോസഫ് എൻ്റെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള മുത്തോലപുരം എന്ന ഗ്രാമത്തിൽ ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന എത്രയോ നാൾ പാർലമെൻറ്റിൽ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ MLA ആയിട്ട് മത്സരിച്ച് ജയിച്ച് വി ജോസഫ്, വലിയകണ്ടത്തി കൊച്ചേട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുക. അച്ഛൻ്റെ ഏട്ടന്മാരുടെയൊക്കെ അടുത്ത സുഹൃത്തും ഒക്കെ ആയിരുന്നു. അന്നത്തെ നിറഞ്ഞു നിന്നൊരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. ജിത്തുവിനെ കുഞ്ഞായിരിക്കുമ്പോൾ വളരെ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കാലം പോലെ ഞങ്ങൾ പരസ്പരം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ പിന്നെ ജിത്തു ഇന്ന് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരയിൽ ഒരു 5 പേരുടെ പേര് പറഞ്ഞാൽ കൂട്ടത്തിൽ പറയാവുന്ന ഒരാളിലേക്ക് ഉയർന്നു. ഇപ്പോഴും നമ്മൾ വല്ലപ്പോഴും ഒക്കെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാനും നമ്മുടെ സിനിമാ പരിപാടികളായിട്ട് ഇപ്പുറത്തുണ്ട്. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏതാണോ അടുത്ത പടം എന്നൊക്കെ ആയിരിക്കും ചോദിക്കേണ്ടാവും. ബാക്കി തപ്പൊന്ന് ഞങ്ങൾ തിരിഞ്ഞ് നമ്മുടെ ജോസഫിനെ കണ്ടോ, അല്ലെങ്കിൽ മാമ്പള്ളി ജോയ്സിനെ കണ്ടോ, മറ്റേ മുത്തലപുരം സഹകരണ ബാങ്കിൽ പോയായിരുന്നോ? മുത്തലപുരം സഹകരണ ബാങ്കിൻ്റെ തൊട്ടപ്പുറത്ത് എനിക്ക് തോന്നുന്നു വി ജോസഫ് ആയിരുന്ന കാലത്ത് ജിത്തുവിൻ്റെ ഫാമിലി അവരുടെ പ്രോപ്പർട്ടിയിലാണ് മുത്തലപുരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ കെട്ടിടമൊക്കെ ഇരിക്കുന്നത്. അവർ കൊടുത്ത സ്ഥലമാണ്. അങ്ങനെ ആ നാട്ടിൽ ഒത്തിരി പുരോഗമന പ്രവർത്തനങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കുടുംബമാണത്. വലിയൊരു ഫാമിലിയാണ്, വലിയകണ്ഠം എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാമിലിയാണ്. അപ്പം ഞങ്ങൾക്ക് പറയാനുണ്ടാവുക ആ ഓർമ്മകളൊക്കെ ആയിരിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനിയും ഒരുപാട് നമുക്ക് സംസാരിക്കാനുണ്ട്. സമയത്തിൻ്റെ കുറവ് മൂലം തൽക്കാലം നമ്മളിന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. തുടർന്നെല്ലാം ഉണ്ടാവട്ടെ. സുമേഷിനൊപ്പം ഇരിക്കുമ്പോൾ എത്ര സംസാരിച്ചാലും തീരാറില്ല. ഇപ്പോഴും അതുപോലെ തന്നെ സംഭവിച്ചു. നമുക്ക് ഇനിയും സംസാരിക്കാനായിട്ടിരിക്കാം. തീർച്ചയായിട്ടും വളരെ സന്തോഷം.